ഞാൻ ആരംഭത്തിൽ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസരപ്പെടുത്താനോ CPM-ന്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും അയാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം കാത്തുകൊണ്ടിരിക്കും. എത്ര നല്ല ഉപദേശമാണ് കൊടുത്തത്. ചെയ്തോ പോരാ, കട്ടോ പോരാ, കൊള്ളയടിച്ചോ പോരാ, എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് ആ പാർട്ടി ആഫീസ് എന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം. അതും കേട്ട് പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത്. ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുറിയിൽ അടിച്ചാൽ പോകുന്ന പോക്കില്ലേ അതുപോലെ. കൂടുതൽ നേതാക്കൾ ചർച്ച നടത്തിക്കണം. കൂടുതൽ നേതാക്കൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇയാൾ തന്നെ പറഞ്ഞല്ലോ, വേറെ തന്നെ പറഞ്ഞില്ലേ, പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട് തന്നെ പറഞ്ഞല്ലോ. ആളെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അല്ല പിന്നെ എന്തിനാ ഇത്? പിണറായിനെ രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻ ഇത് മറച്ചു വെക്കേണ്ട കാര്യം? ജയരാജനെ എന്തിന് നിരുപാധികം പറയുന്ന പാർട്ടിയല്ലേ? ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും, ആര് ബഹുമാനിക്കും? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന അത് വരും. നാളെ പറയാം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ.